ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഫോർത്ത് ഡയമെൻഷനുള്ള DFസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഓക്കെ, മറ്റുള്ളവരൊന്ന് കേട്ടിരിക്കുക, ഇൻഫോർമേഷനായിട്ട് എടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടൊരു കമൻറ്റും ചെയ്യരുതെന്ന്. അത് എത്ര പേർ എത്ര തവണ വായിക്കുന്നുവോ അതനുസരിച്ച് ആ നെഗറ്റീവ് കാര്യം നിങ്ങളുടെ ലൈഫിൽ അഫർമേഷനായിട്ട് വരും. അതത്രയും സ്ട്രോങ് ആവുകയും ചെയ്യും, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനെ കൂടുതൽ മോശമാക്കും. അതുപോലെ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു നേട്ടം നമ്മളൊരു സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അതൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടായിക്കോട്ടെ, നമ്മുടെ ഒരു നേട്ടം മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവരത് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് അവിടെ മാറ്ററാണ്. അവരുടെ ആ ചിന്ത നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അയാൾ ഇതുപോലെ അയാളുടെ നേട്ടങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന വ്യക്തിയുടെ ചിന്തകൾ അവരെയും ബാധിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഒരു ട്വിൻ ഫ്ലെയിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആയതുകൊണ്ട് അവരുടെ ചിന്തകൾ നമ്മെ വന്ന് ഹിറ്റ് ചെയ്യും. അതൊരു 3Dയിൽ നിൽക്കുന്ന ഒരു ട്വിൻ ഫ്ലെയിമിനെ ഒരു 50% ബാധിക്കും. പക്ഷേ 4Dയിൽ എത്തി നിൽക്കുന്ന ട്വിൻ ഫ്ലെയിംസിനെ 100% അത് ബാധിക്കും. ഓക്കെ, നമുക്ക് അവിടെ കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റ് നമ്മളിൽ നിന്ന് ഫെയ്ഡായി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ളതായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ത്രൂ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ അത് നിങ്ങളുടേത് മാത്രമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ചുറ്റിലുമുള്ള നിങ്ങൾക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് നിങ്ങളുടെ നേട്ടത്തിൽ സന്തോഷമുണ്ടാവുക എന്ന്. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കൊക്കെ ആയിരിക്കാം സന്തോഷം. അവരോട് മാത്രം അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ മാത്രം അത് നിൽക്കുക, അത് മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജേണിയിലും ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ നമ്മുടെ ജേണിയിൽ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ ജേണി ഇന്നതാണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാനായിട്ടൊരു പ്രൂഫില്ല, എടുത്തു കാണിക്കാനായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ആയിട്ടില്ല. നമ്മുടേതെല്ലാം അനുഭവങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്നൊരു കൺഫർമേഷൻ അനുഭവങ്ങളുണ്ടാകാം. നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് വയ്യ എന്നൊക്കെ നമ്മൾ ഈ എനർജി ചേഞ്ചസ്, ഫുൾ മൂണൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചിന്തകൾ വരും. ആ സമയത്ത് പോലും ഡിവൈൻ നമ്മളെ വീണ്ടും ഈ ജേണിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരും. പിന്നെ നമ്മളൊന്ന് സങ്കടപ്പെട്ടോ മറ്റോ ഇരിക്കുമ്പോൾ ഡിവൈൻ പലപ്പോഴും നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മളോടുള്ള സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. വീഡിയോ ത്രൂ ആയിക്കോട്ടെ, ഒരു ഫോണിലൊരു എന്തെങ്കിലും നമുക്കുള്ളൊരു മെസ്സേജ് ആയിട്ടായിക്കോട്ടെ, പല രീതികളിൽ നമ്മുടെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കുറേ അനുഭവങ്ങൾ ഇങ്ങനെ തരാറുണ്ട്. നമ്മളോടൊപ്പം ഡിവൈൻ ഉണ്ട്, ഡിവൈൻ്റെ സ്നേഹവും സംരക്ഷണവും നമുക്കുണ്ട് എന്ന് പല രീതിയിലും ഡിവൈൻ കാണിച്ചു തരാറുണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളാണ്. അതൊരിക്കലും മറ്റൊരാളുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളൊരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അയാൾ വിശ്വസിക്കില്ല, അതൊന്നാമത്തെ കാര്യം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അയാൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങളൊരു ഗൈഡൻസിന് വേണ്ടി ഒരാളുടെ അടുത്ത് പോയാൽ പോലും, ഈവൻ എൻ്റെ അടുത്ത് വന്നാൽ പോലും, നിങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്ത് പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് ആ പ്രശ്നം മാത്രം സംസാരിക്കുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, തീർന്നു. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഒതുക്കി വയ്ക്കുക. അത് നിങ്ങളും ഡിവൈനും തമ്മിലുള്ള മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഓർത്ത് സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വകാര്യതയായിട്ടോ സൂക്ഷിക്കേണ്ട വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, ഇത് വളരെയധികം മാറ്ററായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ അത്രയും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് വന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുകയാണ്, ഞാനത് ഒരു ചെറിയ രീതിയിൽ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങളാണ്, നിങ്ങൾക്ക് 100% അനുഭവങ്ങളാണ്. അതെനിക്ക് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. ഞാൻ അതിൽ 1% ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇയാൾ പറയുന്ന സത്യമായിരിക്കുമോ, ഇയാൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ,
എന്നതിൻ്റെ ചെറിയൊരു തോട്ട് മതി അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ. അപ്പോൾ ഞാൻ പോസിറ്റീവ് തിങ്സിൻ്റെ കാര്യം മാത്രമാണ് ഇതിലെടുത്ത് പറഞ്ഞത്, അതുപോലെ നെഗറ്റീവ് തിങ്സും. ഓക്കെ, നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും നമ്മൾ ആരെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇട്ടൊന്നും അറിയിക്കാൻ നിൽക്കരുത്. നമ്മുടെ സങ്കടങ്ങളിൽ കുറച്ചുകൂടി സന്തോഷിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റിലും ഉള്ളത്. അപ്പോൾ സങ്കടവും കൂടി ഉറച്ചു പോകും. ഓക്കെ, അതുകൊണ്ട് അതും നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെക്കുക. നമ്മളൊരു സാമൂഹിക ജീവി എന്നതിലപ്പുറം നമ്മളൊരു സോൾ മാറ്ററാണ്, നമ്മൾ സോളുമായി കണക്റ്റഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്, നമ്മുടെ സോളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണിത്, തുടക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.